വോട്ട് ചെയ്തവരൊക്കെ വെറും പൊട്ടന്മാരായി മാറും. കോൺഗ്രസ് പറഞ്ഞാൽ ബഹുഗുണ പോയി, ഗുണവും പോയി, ജഗജീവൻ പോയി, ജീവൻ പോയി, നന്ദിനി പോയി, നന്ദിയും പോയി, കോൺഗ്രസ് ആകെ നാറിപ്പോയി. ഇപ്പൊ എന്തായാലും രാഹുൽ തരംഗമാണ്. ഇവിടെ മിക്കവാറും പറ്റാപദ്ധത്തില്ല. ഇന്ത്യനെ തിരിച്ചു പിടിക്കാനുള്ള പോരാട്ടമല്ല. അയാൾ അവിടുന്ന് തോറ്റുപോകും, ഇവിടെയും തോറ്റുപോകും. രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലത്തിൽ നിന്ന് UDF സ്ഥാനാർത്ഥിയായി ജനവിധി നേടിക്കഴിഞ്ഞു. ഇനി ഫലം മാത്രമാണ് പുറത്തു വരാനുള്ളത്. ഇപ്പോൾ അദ്ദേഹം റായ്ബറേലിയിൽ കൂടി മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. രണ്ടിടത്തും ജയിച്ചു കഴിഞ്ഞാൽ ഏത് മണ്ഡലം ഉപേക്ഷിക്കും? വയനാടിനെ കൈയൊഴിയുമോ എന്നതാണ് ഉയർന്ന ചോദ്യങ്ങൾ. ഇക്കാര്യത്തിൽ വയനാട്ടുകാരുടെ അഭിപ്രായം എന്താണെന്ന് നോക്കാം. വയനാട്ടിലൊരു വോട്ടർ എന്ന നിലയ്ക്ക് അദ്ദേഹം ചെയ്തത് വളരെ കടുത്ത തെറ്റാണ് ചെയ്യുന്നത്. കാരണം ഒരു മണ്ഡലം ഉണ്ടെങ്കിൽ അദ്ദേഹം അവിടുത്തെ MP ആയിട്ട് ജയിച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ജനങ്ങളെ സേവിക്കുകയാണ് അദ്ദേഹം ചെയ്യേണ്ടത്. അല്ലാണ്ട് അടുത്ത മണ്ഡലത്തിൽ പോയി ചെയ്യാനല്ല വേണ്ടത്. അല്ല, അയാൾ എവിടെ ജയിച്ചിട്ടൊരു കാര്യമില്ല. അയാൾ ഇവിടെ ഇപ്പോൾ 5 വർഷം നിന്ന് അവിടെ ജയിച്ചു. എന്താ കാര്യം ഉണ്ടായി? ഈ നാടിന് ഇപ്പോൾ ഇവിടെ 5 വർഷം MP ആയി എന്നിട്ട് അയാളെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല. ഒരു ഉപകാരമില്ലാത്തൊരു വ്യക്തിയാണ് അയാൾ. ആ ഗാന്ധി കുടുംബത്തിൻ്റെ ഒരു പാരമ്പര്യം അയാൾക്കില്ല. രാഹുൽ ഗാന്ധി ചതിച്ചെന്ന് തോന്നുന്നു. രാഹുൽ ഗാന്ധി ഒരു പ്രതീക്ഷയാണ്, അത് ചതിച്ചെന്നുള്ളതല്ല. അത് എല്ലാവർക്കും ഇപ്പോൾ ഇവിടെ ന്യൂനപക്ഷങ്ങൾക്കും അതുപോലെ തന്നെ ഈ പറയുന്ന മിക്കവാറും 90% വോട്ടർമാർക്കും രാഹുൽ ഗാന്ധിൻ്റെ ഒരു പ്രതീക്ഷ തന്നെയാണ്. കോൺഗ്രസ് പറഞ്ഞാൽ ബഹുഗുണ പോയി, ഗുണവും പോയി, ജഗജീവൻ പോയി, ജീവൻ പോയി, നന്ദിനി പോയി, നന്ദിയും പോയി, കോൺഗ്രസ് ആകെ നാറിപ്പോയി. ഇതാണ് ഇന്നത്തെ കാലം. പിന്നെ എന്ത് രാഷ്ട്രീയം വന്നിരിക്കുന്നു? ഇനി ആരെങ്കിലുമൊക്കെ കയറട്ടെ. എനിക്ക് താല്പര്യം മോഡി കയറാണ്. രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ ജയിക്കും. പക്ഷേ ഞങ്ങളുടെ വയനാട് വിട്ടു പോരുന്നത് മാത്രമേ ഞങ്ങൾക്ക് വിചാരമുള്ളൂ. പക്ഷേ ഇവിടെ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണം. അതാണ് ഇവിടുത്തെ ലക്ഷ്യം. എങ്ങനെയെങ്കിലും നമ്മുടെ ഇന്നത്തെ പ്രധാനമന്ത്രിയെ പുറത്താക്കണം. വയനാട് മണ്ഡലത്തിൽ തോൽക്കുന്നുള്ള പ്രശ്നം വന്നുകൊണ്ടാണ് അയാൾ റായ്ബറയിൽ മത്സരിക്കുന്നത്. ഇവിടെ യാതൊരുവിധ വികസന പ്രവർത്തനം ചെയ്തില്ല. അതുകൊണ്ട് ഈ പ്രാവശ്യം ഇവിടെ തോൽക്കാൻ ചാൻസ് കൂടുതലാണ്. രണ്ട് സ്ഥലത്തും ജയിക്കുകയാണെങ്കിൽ വയനാടിനെ കൈവിടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ റായ്ബറേലിയിൽ ജയിക്കാൻ സാധ്യത കുറവുണ്ടെന്നും തോന്നുന്നു. വയനാട്ടിൽ മത്സരിക്കുന്ന പോലല്ലല്ലോ. ഞാൻ രണ്ടിടത്തും കൂടി മത്സരിക്കുമ്പോൾ ഒരു സ്ഥലത്തുള്ള വോട്ട് കുറയാൻ സാധ്യത ഉണ്ടല്ലോ. അവിടെ ഒന്ന് മിസ്സാക്കാണ് ഒരു മണ്ഡലം. അപ്പോൾ അത് ആദ്യം തന്നെ അറിഞ്ഞ സ്ഥിതിയിൽ ആൾക്കാർ വോട്ട് ചെയ്യാൻ പഠിക്കും. അത് അയാൾ അവിടുന്ന് തോറ്റുപോകും, ഇവിടെയും തോറ്റുപോകും. നിലവിൽ 2 സ്ഥലത്ത് മത്സരിക്കുന്നതിനെ കുറിച്ച് എന്താണ്? 2 മണ്ഡലത്തിൽ മത്സരിക്കേണ്ട ആവശ്യമില്ല അയാൾക്ക്. ഏതെങ്കിലും ഒരു സ്ഥലം ജയിക്കുകയാണെങ്കിൽ ഒരു മണ്ഡലത്തിൽ മത്സരിച്ചാൽ മതി. വയനാട്ടിലെ വോട്ടർ എന്നുള്ള നിലയ്ക്ക് പിന്നെ ഇപ്പോൾ അവിടെ പിന്നെ വിജയിക്കുകയാണെങ്കിലും അവിടെ രാജിവെച്ചിട്ട് ഇവിടെ നിലനിർത്തുന്നുള്ള ഒരു സന്തോഷ വാർത്ത അതിൻ്റെ കൂടെ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ചെറിയൊരു സന്തോഷം ഇപ്പോൾ ഉണ്ട്. നമ്മളൊക്കെ ഇന്ത്യനെ തിരിച്ചു പിടിക്കാനുള്ള പോരാട്ടമല്ലേ. എങ്ങനെയെങ്കിലും മതത്തിൻ്റെയും ജാതിയുടെയും പേരിലിപ്പോൾ തമ്മിലടിപ്പിക്കുന്ന ഒരു ഭരണമാണുള്ളത്. അപ്പോൾ എങ്ങനെയെങ്കിലും നമ്മുടെ പഴയ ജാതിയും മതത്തിൻ്റെ പേരിൽ വേർതിരിവില്ലാത്ത ആ ഇന്ത്യനെ തിരിച്ചു പിടിക്കുകയുള്ളു. അത് രാഹുൽ ഗാന്ധിക്ക് അവിടെ ജയിച്ച് ഇവിടെ രാജിവെക്കേണ്ടി വന്നാലും പ്രശ്നമില്ല. റായ്ബറേലിയിൽ അദ്ദേഹം അവിടെ ജയിച്ചാൽ ഇത് ഇട്ടിട്ട് പോകും. ഇവിടെ വോട്ട് ചെയ്തവരൊക്കെ വെറും പൊട്ടന്മാരായി മാറും. രാഹുൽ ഗാന്ധിക്ക് ഇവിടെ വോട്ട് ചെയ്തവരൊക്കെ പൊട്ടന്മാരാവില്ലേ? അയാൾ അവിടെ ജയിച്ചാൽ ഇത് നിലനിർത്തൂല, വയനാട് മണ്ഡലം നിലനിർത്തൂല എന്ന് ഉറപ്പാണ്. രാഹുൽ ഗാന്ധി ഇവിടെ നിലനിൽക്കണം നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഒരു സത്യാവസ്ഥ റായ്ബറേലി പോലത്തെ ഒരു സീറ്റിൽ ജയിക്കുകയാണെങ്കിൽ അങ്ങേര് ഇവിടെ തുടരുമെന്നുള്ളതിൽ നമുക്ക് വലിയൊരു വിശ്വാസമൊന്നുമില്ല. റായ്ബറേലി എന്ന് പറയുന്ന ഒരു തുറുപ്പ് ചീട്ടിൽ തന്നെ ആയിരിക്കും നിൽക്കുക. മത്സരിക്കാന്ന് വെച്ചാൽ ഒരു സീറ്റ് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരു സീറ്റ് കിട്ടി അധികാരത്തിൽ കയറുക എന്നുള്ള ലക്ഷ്യമാണ്. പിന്നെ വയനാട് സംബന്ധിച്ച് ഒരു MP സ്ഥാനം മാത്രമായിരിക്കുമല്ലോ. ജയിച്ചാലും അവിടെ ജയിച്ചില്ലെങ്കിൽ ജയിക്കണം എന്നാണ് ആഗ്രഹം. ഇവിടെ മാറിയാലും കുഴപ്പമൊന്നുമില്ല. ഒരു വോട്ട് ചെയ്യാൻ ഇവിടുത്തെ ജനങ്ങൾ തയ്യാറാണ്. രാഹുൽ ഗാന്ധി ജയിച്ചാൽ നല്ലത് തന്നെ. പക്ഷെ ഞാൻ രാഹുൽ ഗാന്ധിൻ്റെ ആളല്ല, ഞാൻ മാർക്സിൻ്റെ ആളാണ്. അല്ല, അപ്പോൾ ഇവിടുന്ന് രാജിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാലും ഒരു വോട്ടർ എന്ന നിലയ്ക്ക് എന്താ പറയാനുള്ളത്? രാജിവെക്കുന്നത് അത് നല്ലതല്ലത്. രാഹുൽ ഗാന്ധി വരണമെന്നാണ് ഇത് ഭരണത്തിൽ. അതാണ് എല്ലാവർക്കും നല്ലതെന്ന് വിചാരിക്കുന്നത്. മത്സരിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഇപ്പോൾ എന്തായാലും രാഹുൽ തരംഗമാണ്. അന്നേരം അവിടെയും ജയിക്കും എന്നൊരു വിശ്വാസമുണ്ട്. ഇവിടെ ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ ഇല്ല, ഇവിടെ ഉപേക്ഷിക്കാൻ ചാൻസ് ഇല്ല. അയാൾ ഇവിടുന്ന് രാജിവെക്കുന്നതാണ് നല്ലത് ഒരു കണക്കിന്. എന്താ വെച്ചാൽ ഇവിടെ മിക്കവാറും പറ്റാപദ്ധത്തില്ല. ജയിച്ചെന്നും പറയാം, ജയിച്ചില്ല എന്നും പറയാം. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടുത്തെ ജയിക്കും ഉറപ്പാണ്. ഭൂരിപക്ഷം കുറയും, ജയിക്കും. പക്ഷേ അവിടെ പോയി നിൽക്കുന്നത് നമുക്ക് പറയാൻ അറിയില്ല. പക്വതയില്ലാത്തൊരു തീരുമാനമാണ്, അതാണ് പറയാനുള്ളത്.
അവിടെ ഒന്നിച്ച് മത്സരിക്കുന്നില്ലേ, കുറച്ച് മയത്തിൽ വേണ്ടേ പ്രവർത്തിക്കാനും സംസാരിക്കാനും ഒക്കെ. ഇവിടെ വന്നിപ്പോൾ ഇടതുപക്ഷത്തിനെതിരായിട്ട് ഇവർ മത്സരിച്ചാൽ ഇവിടെ പിന്നെ അതിനെതിരായിട്ട് അവർ സംസാരിക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ മിക്കവാറും വോട്ട് കുറയും, അവിടെ ചിലപ്പോൾ തോൽക്കുകയും ചെയ്യും.